ഇന്ന് നമ്മൾ +1 ഹിന്ദിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ ആനുവൽ എക്സാമിന് വരുന്ന ഒരു ചാപ്റ്റർ ആണ് എന്ത് പത്ഥർ കി ബെഞ്ച് എന്നുള്ളത്. ആ ഒരു ചാപ്റ്റർ വളരെ കൃത്യമായി ഒരു ചെറിയ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോവാണ്. നോക്കാം, പത്ഥർ കി ബെഞ്ച് ചന്ദ്രകാന്ത് ദേവദാലെ. ചന്ദ്രകാന്ത് ദേവദാലെ എഴുതിയിട്ടുള്ള ഒരു മനോഹരമായ കവിതയാണ് പത്ഥർ കി ബെഞ്ച് എന്നുള്ളത്. നോക്കാം, പത്ഥർ കി ബെഞ്ച്. पत्थर की बेंच जिस पर रोता हुआ बच्चा बिस्कुट कुतरते चुप हो रहा है, जिस पर एक दखा युवक अपने कुचले हुए सपनों को सहला रहा है, जिस पर हाथों से आंखें ठाप एक रिटायर्ड बूढ़ा बरदोपहरी सो रहा है, जिस पर वे दोनों जिंदगी के सपने बुन रहे हैं. पत्थर की बेंच जिस पर अंकित है आंसू, थकान, विश्राम और प्रेम की स्मृतियां. इस पत्थर के बेंच के लिए भी शुरू हो सकता है किसी दिन हत्याओं का सिलसिला. इसे उखाड़ कर ले जाया अथवा तोड़ा भी जा सकता है. पता नहीं सबसे पहले कौन आसीन हुआ होगा इस पत्थर की बेंच पर. ഇതായിരുന്നു കവിത അല്ലേ? നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ചോദ്യം എന്താണ്? ഈ കവിതയുടെ ആശയം എഴുതുക എന്നുള്ളതാണ്. നമുക്കൊരു മോഡൽ നോക്കാം. 2 ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം കേട്ടോ. അതായത് ഒന്നാമത്തേത് ആശയം, രണ്ടാമത്തേത് സാർവജനിക് ജഗഹോം കാ യോഗദാൻ എന്നതിനെ കുറിച്ചൊരു ചെറിയ ടിപ്പണി. നമുക്ക് ആദ്യം സാർവജനിക് ജഗഹോം കാ യോഗദാൻ എന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ടിപ്പണി പഠിക്കാം. അപ്പൊ അതിന് സംഗീതോം കെ ആധാർ പർ ലേഖ ലിഖേ എന്നാണ് ചോദ്യം അല്ലെ. സൂചനകളെ ആധാരമാക്കി ലേഖ എഴുതൂ എന്നാണ് ചോദ്യം. സാമാജികത കാ സംഗം സ്ഥാൻ, ദൂസരോं के सुख दुख पर हमदर्दी, घटती सार्वजनिक जगहें, स्वार्थ की जीत, പ്രാസംഗികത. ഇതൊക്കെയാണ് എന്ത് നമ്മുടെ ഹിൻസ്. നമുക്ക് ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാം? സാർവജനിക് ജഗഹിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് നമുക്കൊരു എസ്സേ പഠിക്കാം. സാർവജനിക് ജഗ സാമാജികത കാ സംഗം സ്ഥാൻ ഹേ. പൊതുസ്ഥലങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? സാമാജികതയുടെ സംഗമ സ്ഥാനമാണ്. കാരണം എല്ലാവരും ജാതി ഭേദമന്യേ എല്ലാവരും കൂടെ കൂടിച്ചേരുന്ന ഒരു സ്ഥലമാണ് എന്ത്? ഇത്തരം പാർക്കുകൾ, അതുപോലെ തന്നെ ബീച്ച്, അങ്ങനെ പൊതുസ്ഥലങ്ങൾ. പാർക്ക്, സമുദ്രതട്, പഹാഡ് ആദി ഇസ് പ്രകാർ കി ഹെ. പാർക്കും സമുദ്രതടവും പഹാഡും ഒക്കെ ഇത്തരത്തിലുള്ള പൊതുസ്ഥലങ്ങളാണ്. ഹമേ ഉസേ സംഭാലനാ ചാഹിയെ. നമ്മൾ അത് അനുഭവിക്കുക തന്നെ ചെയ്യണം. സർക്കാർ की ओर से इन सार्वजनिक स्थानों को संभालने के लिए सदा ध्यान होना चाहिए. സർക്കാർ എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? ഇത്തരത്തിലുള്ള പൊതുസ്ഥലങ്ങൾ എപ്പോഴും സംരക്ഷിക്കുന്നുണ്ട്. यदि दूसरों के सुख दुख पर हमदर्दी है तो इसका संरक्षण जरूर होना है. എന്താണ്? ഇത്തരത്തിൽ മറ്റുള്ളവരുടെ സുഖദുഃഖങ്ങളിൽ നമുക്ക് എന്തെങ്കിലും ഒരു പങ്ക് വഹിക്കണം, അല്ലെങ്കിൽ അവര് ഇത്തരത്തിലെങ്കിലും ഒന്ന് സമാധാനം കണ്ടെത്തിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആണ് സർക്കാരും അതുപോലെ തന്നെ നമ്മളും എന്ത് ചെയ്യണം? ഇത്തരത്തിലുള്ള പൊതുസ്ഥലങ്ങളൊക്കെ നമ്മൾ സംരക്ഷിക്കണം. സാർവജനിക് സ്ഥാനോं का बिना होते समय मनुष्य का पराजय होता है, स्वार्थ की विजय होती है. അതായത് ഇത്തരത്തിലുള്ള പൊതുസ്ഥലങ്ങളിലുള്ള ഇടപെടലുകൾ എന്താ കുറയുന്തോറും മനുഷ്യർക്ക് വളരെയധികം സ്വാർത്ഥ സ്വഭാവം വരും എന്നാണ് പറയുന്നത്. സാർവജനിക് ജഗഹോं का സംരക്ഷൺ കർണ ആപ് അത്യന്തിക് പ്രാസംഗിക് ഹെ. ഇന്നത്തെ സൊസൈറ്റിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് അതായത് ആളുകൾ വളരെയധികം സെൽഫിഷ് ആണ്. ഈ ഒരു സ്വഭാവം നമ്മളിൽ നിന്ന് മാറണമെങ്കിൽ നമ്മൾ പൊതുസമൂഹത്തോട് നമ്മൾ ഇടപഴകണം അല്ലേ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് സാർവജനിക് ജഗഹോं का സംരക്ഷൺ കർണ ആപ് അത്യന്ത് പ്രാസംഗിക് ഹെ. यह इसलिए कि सार्वजनिक जगह आज घटती जा रही है അല്ലേ. പക്ഷെ എന്താണ്? ഇന്ന് ഇത്തരത്തിലുള്ള സാർവജനിക് ജഗങ്ങളൊക്കെ ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി രണ്ടാമത്തെ ചോദ്യം ഈ ഒരു ചാപ്റ്ററിൽ നിന്നും എക്സ്പെക്ട് ചെയ്യേണ്ടത് കുറച്ച് വരികൾ തരും. ഇവിടെ കഴിഞ്ഞ വർഷത്തെ ആനുവൽ എക്സാമിന്റെ മോഡൽ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. പത്ഥർ കി ബെഞ്ച് ജിസ് पर रोता हुआ बच्चा बिस्कुट कुतरते चुप हो रहा है, जिस पर एक दक्का युवक अपने कुचले हुए सपनों को सहला रहा है, जिस पर हाथों से आंखें टाप एक रिटायर्ड बूढ़ा बर दोपहरी सो रहा है, जिस पर वे दोनों जिंदगी के सपने बुन रही है. ഈ വരികൾ തന്നിട്ടുണ്ട്. ഈ വരികളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. എന്ത്? ये कवितांश किस कविता का है? पत्थर की बेंच അല്ലേ. पत्थर की बेंच पर कौन बैठे हैं? पत्थर की बेंच എന്ന കവിതയില് പത്ഥർ കി ബെഞ്ച് എന്ന കവിതയില്
ആ ബെഞ്ചിന്റെ മുകളിൽ ആരൊക്കെയാണ് ഇരിക്കുന്നത് നോക്കൂ. ബച്ച, യുവക്, ബൂഢ, പ്രേമി പ്രേമിക ആദി ബൈഠേ ഹൈ. അടുത്ത നോക്കൂ, കവിതാംശ് കാ ആശയ ലിഖേ. കവിതയുടെ ആശയം എഴുതാനാണ് പറയുന്നത് അല്ലെ. പത്ഥർ കി ബെഞ്ച് എന്ന കവിതയുടെ ആശയമാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ടത്. നമുക്ക് പഠിക്കാം. യേ കവിതാംശ് ഗദ്യ കവിത പത്ഥർ കി ബെഞ്ച് സേ പ്രസ്തുത് ഹൈ. അതായത് പത്ഥർ കി ബെഞ്ച് എന്ന ചന്ദ്രകാന്ത് ദേവദാലയുടെ കവിതയാണ്, കവിതയിലെ വരികളാണ് ഇത് എന്ന് പറഞ്ഞ് തുടങ്ങുക. പത്ഥർ കി ബെഞ്ച് സമകാലീൻ കവിത. ഇതൊരു സമകാലീൻ കവിതയാണ്. ഇസ് കവിത കെ കവി സുപ്രസിദ്ധ സമകാലീൻ കവി ചന്ദ്രകാന്ത് ദേവദാലേ ഹൈ. അതായത് സമകാലീൻ കവിയായിട്ടുള്ള ചന്ദ്രകാന്ത് ദേവദാലയാണ് പത്ഥർ കി ബെഞ്ച് എഴുതിയിട്ടുള്ളത്. കവി ദേഖ്തേ ഹൈ കി പാർക്ക് മേ പുരാനി ഏക് പത്ഥർ കി ബെഞ്ച് ഹൈ. അപ്പൊ കവി കാണുകയാണ് എന്ത്, പാർക്കിൽ പഴയ ഒരു പുരാനി പത്ഥർ കി ബെഞ്ച് ഉണ്ട് അല്ലെ. അതായത് ഒരു കല്ലുകൊണ്ടുണ്ടാക്കിയ ബെഞ്ചുണ്ട്. കവി ഉസ് ബെഞ്ച് കെ ചാർ ദൃശ്യ ഹമാരെ സാമനെ പ്രസ്തുത് കർത്തേ ഹൈ. ആ ബെഞ്ചിൽ ഇരിക്കുന്ന 4 ആളുകളുടെ ദൃശ്യമാണ് നമ്മളുടെ 4 ആളുകളുടെ ഓരോ വികാരങ്ങളെയും വിചാരങ്ങളെയുമാണ് കവി നമ്മളിലേക്ക് എവിടെ എത്തിക്കുന്നത്. ഏക് ദൃശ്യ മേ ഏക് റോനെ വാലെ ബച്ച പത്ഥർ കി ബെഞ്ച് പർ ബൈഠ് കർ റോത്താ ഹൈ. അതായത് ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കുട്ടി അല്ലെ. ആദ്യം ഒരു കുട്ടിയാണ്. ആ കുട്ടി പത്ഥർ കി ബെഞ്ച് പർ ബൈഠ് കർ റോത്താ ഹൈ, ഇരുന്ന് കരയാണ്. ലേക്കിൻ വ ബിസ്കുട്ട് കുതർത്തെ ഹുയെ ചുപ് ഹോ ജാത്താ ഹൈ. അങ്ങനെ ബിസ്ക്കറ്റ് കുറച്ചപ്പോ ആ കുട്ടിയുടെ കരച്ചിലൊക്കെ മാറി അല്ലെ. അങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട്. दूसरे दृश्य में एक धक्का हुआ युवक अपने कुचले हुए सपनों को सहलाकर बेंच पर बैठा है. രണ്ടാമതായിട്ട് ഒരു ധക്കാ ഹുവാ യുവകാണ്, ക്ഷീണിതനായിട്ടുള്ള ഒരു യുവാവ് എന്ത് ചെയ്യാണ്, തൻ്റെ കുച്ചലേ ഹുയെ എന്ന് പറഞ്ഞാൽ എന്താ, പൊട്ടിപ്പൊളിഞ്ഞ അല്ലെ ശരിയാവാത്ത സ്വപ്നങ്ങളെയൊക്കെ കൊണ്ട് അവിടെ എങ്ങനെ ഇരിക്കുന്നുണ്ട്. तीसरे दृश्य में एक रिटायर्ड बूढ़ा बड़ी दोपहरी में हाथों से आंखें डाप कर सो रहा है. മൂന്നാമതായിട്ട് റിട്ടയർഡ് ആയിട്ടുള്ള ഒരു ഭൂഡാ ആത്മീയ എന്ത് ചെയ്യാണ്, ഉച്ചയ്ക്ക് ദോഭരി ഉച്ചയ്ക്ക് കണ്ണിൽ ഇങ്ങനെ കൈവച്ച് ഉറങ്ങൂലേ നമ്മള്, ആ കണ്ണിലേക്ക് ഒരു ഇരുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ ഒരു ബെഞ്ചിന്റെ മുകളിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. चौथा दृश्य एक प्रेम प्रेमिका के है जो बेंच पर बैठकर जिंदगी के सपने बुन रहे हैं. ആ ബെഞ്ചിൽ ഇരുന്നിട്ട് തന്നെ അവര് സ്വപ്നങ്ങള് അല്ലെ, മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയാകും എന്ന സ്വപ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കവിതാംശ് പ്രതീകാത്മക. ഈ ഒരു കവിതാംശം എന്താണ്, പ്രതീകാത്മകമാണ്. പത്ഥർ കി ബെഞ്ച് സാർവജനിക് സ്ഥൽ കാ പ്രതീക് ഹൈ. ഈ പത്ഥർ കി ബെഞ്ച് എന്നുള്ളത് സാർവജനിക് ജഗ എന്ന് പറഞ്ഞ പൊതുസ്ഥലങ്ങളിൽ ഒരു പ്രതീകമാണ്. ഉസ് പർ ബൈഠേ 4 പ്രകാർ കെ ലോഗ് സാധാരണ ആം ജനതാ കാ പ്രതീക് ഹൈ. അതിലിരിക്കുന്ന 4 തരത്തിലുള്ള ആളുകൾ ഉണ്ടായിരുന്നു, കുട്ടി, യുവാവ്, വൃദ്ധൻ, പ്രേമി പ്രേമിക. അപ്പൊ അവരെന്താണ്, സാധാരണ ആളുകളുടെ പ്രതീകങ്ങളാണ്. पत्थर की बेंच जैसे सार्वजनिक स्थलों के संरक्षण करने की आवश्यकता की सूचना കവിതാംശ് മേ നിഹിത് ഹൈ. അതായത് ഇത്തരത്തിലുള്ള പൊതുസ്ഥലങ്ങളെയൊക്കെ സംരക്ഷിക്കണം എന്ന ഒരു സൂചനയാണ് ഈ കവിതയിൽ പറയുന്നത്. സാർവജനിക് സ്ഥലോं का संरक्षण करना आवश्यक है क्योंकि ऐसे स्थल साधारण लोगों के अनियंत्रित संवेदनाओं से भरी हुई है. സാധാരണയായിട്ടുള്ള ആളുകളുടെ, സാധാരണക്കാരുടെ എല്ലാ വികാരങ്ങളും അറിയുന്ന ഒരു സ്ഥലമാണ് ഇത്തരത്തിലുള്ള പൊതുസ്ഥലങ്ങൾ. കവിതാംശ് ഗദ്യ കവിത കി ശൈലി മേ ഹൈ. ഇതൊരു ഗദ്യ ശൈലിയിൽ എഴുതിയിട്ടുള്ള കവിതയാണ്. ഭാഷ സരൽ ഹൈ ഔർ പ്രവാഹമയി ഹൈ. ഭാഷ വളരെ സരളമാണ്, അതുപോലെ തന്നെ പ്രവാഹമയവുമാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പണിയും ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് വരുന്ന 1 വേർഡ് ക്വസ്റ്റ്യൻസും കവിതയും നന്നായി തന്നെ വായിച്ച് പഠിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.